ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യയജ്ഞത്തിലെ 176 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത ശിവപ്രസാദാണ്. നമ്മളുടെ കോർഡിനേറ്റർ ഒരാള് ബേബി പ്രസന്നയാണ്. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുകയും ഭഗവാന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത് ശ്രീമതി കോമളം പേരാവൂറാണ്. എല്ലാവർക്കും സ്വാഗതം. സായിരാം. ബേബി പ്രസന്ന തുടങ്ങിക്കോളൂ. സായിരാം. ഹൃദയേശ്വരനായ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സായിരാം. ഞാൻ ആദ്യം 3 ഓങ്കാരം ചെയ്തതിന് ശേഷം സായി ഗായത്രി ചൊല്ലും. അതിനുശേഷം ശ്രീമതി കോമളം വാണി വായിക്കണം. അത് കഴിഞ്ഞ് അനുഭവങ്ങൾ പറയാം. സായിരാം. കോമളം വീഡിയോ ഓൺ ചെയ്യണം. കോമളം. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति ശാന്തി. എല്ലാവർക്കും സായിരാം. മേഡം, കോമള മേഡം വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങിക്കോളൂ. കാണുന്നില്ലേ? സായിരാം. കാണുന്നില്ലല്ലോ. കാണുന്നില്ല, ഓണാണല്ലോ. സായിരാം ഓണാണ്, ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ സായിരാം. പ്രേമവും ആദരവും. ഈശ്വര ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ ലീനമാണ്. വായുവിൽ സൗരഭ്യമായും അഗ്നിയിൽ താപമായും പാലിൽ വെണ്ണയായും മുത്തുകളെ കോർത്തിണക്കി നിർത്തുന്ന ചരട് പോലെയാണ് ഈശ്വരൻ. ഈശ്വരനാണ് സൃഷ്ടിയുടെ എല്ലാ പ്രഭാവസ്ഥാനം, പരിപാലകൻ, നിശ്രേയസ്. ഈ ജ്ഞാനം നേടുന്നതാണ് മാനവ ജീവിതത്തിന്റെ അന്ത്യവും ലക്ഷ്യവും. ഈ ലക്ഷ്യം പ്രാചീന കാലത്തു നിന്നും മനുഷ്യൻ പരമ്പരാഗതമായി നേടിയിട്ടുള്ള വേദഗ്രന്ഥ പ്രബോധനങ്ങളുടെ ആകെ തുകയാണ്. എല്ലാ ഭാഷയിലും എല്ലാ വർഗത്തിലും ഇതൊന്നു തന്നെ. എല്ലാ മതങ്ങളും ഈ പൂർണ്ണതയിലേക്ക് പാത കാണിക്കുവാനുള്ള ഉദ്യമങ്ങളാണ്. എല്ലാ ധർമ്മശാസ്ത്രങ്ങളും മനുഷ്യ സംസാരത്തെയും പ്രവർത്തനത്തെയും അനുഭൂതികളെയും നിയന്ത്രിക്കുന്നു. ഇത് പാത വ്യക്തമായി കാണിക്കുന്നതിനും ചുവടുകൾ ഉറപ്പിക്കുന്നതിനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ഈ വിലപ്പെട്ട വിജ്ഞാനം നേടുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സത്യാന്വേഷികളുടെയും സന്യാസിമാരുടെയും നാടാണ് ഭാരതം. ഈ ആദർശങ്ങളിൽ നിന്നുള്ള ഇന്നത്തെ പതനത്തെ നാം അപലപിക്കേണ്ടിയിരിക്കുന്നു. ഋഷിവര്യർ നേടിയ ആധ്യാത്മിക ആനന്ദത്തെ പരിഹസിക്കുന്ന നിലയിലേക്ക് ഭാരതീയർ അധപ്പതിച്ചിരിക്കുന്നു. ഈ യോഗീവര്യന്മാർക്ക് ദർശനവും വിജയവും നേടിക്കൊടുത്ത സംസ്കാരത്തെ സമാദരിക്കുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. സത്യത്തിലേക്കുള്ള
തീർത്ഥാടനത്തിൽ പുനരർപ്പണം ചെയ്ത് ഈ വൈവിധ്യത്തിലുള്ള അടിസ്ഥാന ഐക്യം എന്ന പരമസത്യം കണ്ടെത്തണം. തീവ്രമായ യാത്ര, നിബന്ധനകൾ, ശിക്ഷണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വീഥികൾ നമുക്ക് ഋഷിവര്യന്മാർ നൽകിയിട്ടുണ്ട്. ഇവയുടെ നൈരന്തര്യ സ്മരണ ആത്മജ്ഞാന ബോധത്തിലെത്തിക്കും. ശിവരാത്രി ദിവസങ്ങളിലെ ഉപവാസവും ഉറക്കമിളപ്പവും ഇതുപോലെ വിനയനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കാരണം ഈ ഉപവാസവും ഉറക്കമിളപ്പും ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിനെ ഈശ്വരങ്കിലേക്ക് നയിക്കുന്നു. മനുഷ്യൻ ചെയ്യേണ്ട 5 യജ്ഞങ്ങൾ. ഋഷിമാർ ഈ ദിവ്യ പദത്തിൽ കൂടിയുള്ള യാത്രയ്ക്ക് മനുഷ്യർ അവൻ എവിടെയായിരുന്നാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും പഞ്ചയജ്ഞങ്ങൾ ഉപദേശിക്കുന്നു. ഈ യജ്ഞങ്ങൾ വേദമന്ത്രോച്ചാരണങ്ങളോടെയുള്ള വിശദമായ വൈദികാനുഷ്ഠാനങ്ങളാൽ അല്ല, ജീവാനന്തര ആനന്ദത്തിനുള്ളവയും തികച്ചും ലൗകിക പ്രകൃതമായ വിജയങ്ങൾക്കും വേണ്ടിയുള്ളവയാണ്. അവ ലഘുവായതും ജനാധിപത്യ സ്വഭാവമുള്ളവയുമാണ്. മനുഷ്യൻ ഇവയുടെ പ്രാധാന്യം മനസ്സിലാക്കിയല്ല ഈ യജ്ഞങ്ങൾ നടത്തുന്നത്. ഇവ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും സങ്കീർണ സാക്ഷ്യപത്രങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ആർക്കും ഇതിൽ പ്രവേശിക്കാം. ആധ്യാത്മിക പുരോഗതിക്ക് അനിവാര്യമാണ് ഈ സോപാനം. 5 യജ്ഞങ്ങൾ. 1. ഈശ്വരന് വേണ്ടിയുള്ള ത്യാഗം, യതികളെ ആരാധിക്കുന്നതിനുള്ള ത്യാഗം, മാതാപിതാക്കൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ത്യാഗം, അതിഥികൾക്ക് വേണ്ടിയുള്ള ത്യാഗം, മൃഗാരാധനയ്ക്കുള്ള ത്യാഗം. സംസ്കൃതത്തിൽ ഇവയെ ദൈവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം എന്ന് പറയുന്നു. 1. ദൈവയജ്ഞം. വീടുകൾ പണിയുമ്പോൾ ഒരു പൂജാമുറി ഉണ്ടാക്കണം. ഹിന്ദു ഭവനങ്ങളിൽ നമുക്ക് കുടുംബക്ഷേത്രം തന്നെയുണ്ട്. അവിടെ പീഠമോ വിഗ്രഹമോ ഉണ്ടാവും. ഒറ്റയ്ക്കോ കൂട്ടായോ ഈശ്വരാരാധന നടത്താം. അപരിമേയമായ ശക്തി വിശേഷത്തെ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദിവസവും വിഗ്രഹത്തിന്റെ മുന്നിൽ നാം പ്രാർത്ഥന വാരിച്ചൊരിയുന്നു. പ്രശാന്തതയിൽ പ്രാർത്ഥന നടത്തുന്നു. ഈശ്വരനാമം അതിന്റെ മാധുര്യമായി നാവിലെത്തുന്നു. ആസ്വാദന സന്ദർഭം ഏകുന്നു. ഇതാണ് ദൈവയജ്ഞം. ഗ്രഹാന്തരീക്ഷം ഇത് ശുദ്ധീകരിക്കുന്നു. ദൈവത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി ബോധമണ്ഡലത്തിൽ സൂക്ഷിക്കുന്നു. 2. ഋഷിയജ്ഞം. ഋഷിമാരെ ആരാധിക്കുന്ന പ്രവർത്തനങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അവ കഠിനമായ സന്യാസത്തിന്റെ വിജ്ഞാന ദണ്ഡാകാരങ്ങളാണ്. വേദങ്ങളാണ് ആദ്യത്തേത്. വേദങ്ങൾ സാരവത്താണ്. താത്വികമായി ഏറ്റവും ആഴം കൂടിയത് ഗ്രന്ഥങ്ങൾ. ഏറ്റവും പ്രായോഗികമായ ശാസ്ത്രം വിശ്വജനീനം. പിന്നെ നമുക്കുള്ളത് രാമായണം, മഹാഭാരതം, ഭാഗവതം. ഇവ നന്മ തിന്മകളുടെ നിത്യസംഘടനകളും ഈശ്വരകൃപയാൽ സത്യത്തിന്റെ പരമമായ വിജയവും കുറിക്കുന്നു. ഇവയും മറ്റു ഗ്രന്ഥങ്ങളും മനസ്സിനെ ശുദ്ധീകരിച്ചും സാന്ത്വനം നൽകിയും ശ്രേഷ്ഠമാക്കിയും അഭിവൃദ്ധിപ്പെടുത്തിയും മനസ്സിൽ ധൈര്യവും വിനയവും നിറയ്ക്കുന്നു. ജീവചൈതന്യദായകമായ ശക്തി സ്രോതസ്സുകളെ ഇന്ന് മനുഷ്യർ അവഗണിക്കുന്നു. പകരം വിവേകഹീനമായ, അശ്ലീലമായ, തരം താഴ്ന്ന പ്രാകൃതമായ പുസ്തകങ്ങൾ വായിക്കുന്നു. അവയുടെ കഥാവസ്തുവോ പ്രതിപാദ്യമോ സമനില തെറ്റിയ നിർഭാഗ്യവാന്മാരുടെ ഭ്രാന്തമായ പെരുമാറ്റം. ഇവ വായിക്കുന്നവർ അവരുടെ പുരോഗതിക്കും മാനസിക ആരോഗ്യത്തിനും ഏൽപ്പിക്കുന്ന ക്ഷതം അറിയുന്നതേയില്ല. ഇതുപോലെയുള്ള പുസ്തകങ്ങൾ മനുഷ്യരെ മെല്ലെ ലൈംഗികവും പാപവും നിറഞ്ഞ ചെളിക്കുണ്ടിലാഴ്ത്തുന്നു. മനുഷ്യൻ മൃഗമായി മാറുന്നു. ഞങ്ങൾ മനുഷ്യരാണ് എന്ന പ്രഖ്യാപനം ജീവിതത്തിന്റെ പാതി മാത്രം വരുന്ന പണിയേയാകുന്നുള്ളൂ. പ്രവൃത്തികളിലും സംസാരത്തിലും ചിന്തയിലും കൂടി ഒരുവൻ മൃഗമല്ല എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ആദ്യ പ്രഖ്യാപനത്തിന്റെ മറുവശം. അഗണ്യ കോടിയിൽ തള്ളപ്പെടേണ്ട കാര്യമല്ല. മനുഷ്യനാവൂ, മൃഗത്തിൽ നിന്ന് അകന്നു വർത്തിക്കൂ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ. വിവേചനവും നിസ്സംഗതയും കൊണ്ട് ഭ്രമവിഭ്രമങ്ങളെ നിയന്ത്രിക്കണം. ഈ പുണ്യഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതിനാണ് ഉപദേശത്തിനും ഭൂതോദയത്തിനും അവയെ ആശ്രയിക്കൂ. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കുക, അനുസരിക്കുക. പിതൃയജ്ഞമാണ് 3ാമത്തേത്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നാണ് കൽപ്പന. വെറുപ്പുളവാക്കുന്ന വിധം ഇത് ആവർത്തിക്കുന്നുണ്ട് ഇന്ന്. പക്ഷെ മാതാപിതാക്കളോട് ആദരവ് എങ്ങും തന്നെ കാണുന്നില്ല. മാതാപിതാക്കന്മാരെ മാനിക്കാത്ത ഒരു തലമുറ വിനാശത്തിലെ പതിക്കുകയുള്ളൂ. മാതാപിതാക്കൾ സഹിക്കുന്ന യാതനകളും കുട്ടികളെ വിദ്യാലയത്തിലും കലാലയങ്ങളിലും പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ സ്വയം ഉപേക്ഷിക്കുന്ന സുഖങ്ങളും ഏറെയാണ്. പക്ഷെ കുട്ടികൾ നന്ദിയില്ലാത്തവരാണ്. മാതാപിതാക്കളെ അലട്ടുകയാണ്. കുട്ടികൾ മാതാപിതാക്കളുടെ ശീലങ്ങളെയും മനോഭാവങ്ങളെയും പരിഹസിച്ചും ഉപദേശങ്ങളെ അവഗണിച്ചും അവർക്ക് ഭൗതികമായ ദാരിദ്ര്യവും മനോവ്യതിയും സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ഭൗതിക ശരീരത്തിന്റെയും മാനസിക ഘടനയുടെയും സൃഷ്ടാക്കളെ അധാർമികമായി അവഗണിക്കുന്നവർ ഈ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനെ ആദരിക്കുന്നു എന്ന് എങ്ങനെ ആശിക്കാം? നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കൂ, ബഹുമാനിക്കൂ. ഊഴം വരുമ്പോൾ നിങ്ങളുടെ സന്താനങ്ങളും അങ്ങനെ ചെയ്യാൻ പഠിക്കട്ടെ. പുരാണങ്ങളിൽ ഒരു നല്ല കഥയുണ്ട്. ശിവനും പാർവതിയും അവരുടെ 2 മക്കൾക്കായി ഗണപതിക്കും സുബ്രഹ്മണ്യനുമായി ഒരു പരീക്ഷണം ഏർപ്പെടുത്തി. അവർ ഈ ലോകം മുഴുവൻ ചുറ്റി വരണം. വേഗത്തിലെത്തുന്നയാൾക്ക് സമ്മാനം. സുബ്രഹ്മണ്യൻ ഉടൻ കുന്നും കുഴിയും താണ്ടി പ്രയാണം ആരംഭിച്ചു. ഗണപതി ആവട്ടെ അച്ഛനെയും അമ്മയെയും വലം വെച്ചു
സമ്മാനത്തിനോ കൈനീട്ടി. മാതാപിതാക്കളാണ് ലോകം. ആ പ്രസ്താവന ശരിയെന്നവർ അംഗീകരിച്ചു. ഗണപതിയെ ജ്ഞാനാർജനത്തിനുള്ള ദേവനായും വിഘ്നേശ്വരനായും അവർ വാഴിച്ചു. ഈ കഥയുടെ ഗുണപാഠം മാതാപിതാക്കളെ ശുശ്രൂഷിക്കണമെന്നും അനുസരിക്കണമെന്നുമാണ്. അതാണ് ശരിയായ പിതൃയജ്ഞം. അത് അനാസക്തി, പാരമ്പര്യം, ഭൂതകാലത്തെ സഞ്ചിത സംസ്കാരം, സുസ്ഥിര മൂല്യങ്ങൾ എന്നിവയെ ആധുനികതയുടെ പാഞ്ഞു പോകുന്ന അഹംഭാവവുമായി തട്ടിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ശിവനെ സാംബശിവൻ എന്ന് സംബോധന ചെയ്യുന്ന സ അംബ ശിവ. അംബ എന്നാൽ അമ്മ, ശിവ എന്നാൽ അച്ഛൻ. സ സൂചിപ്പിക്കുന്നത് സത്യം, സർവവ്യാപി, സർവജ്ഞൻ, സാക്ഷാത്കാരം. ആഹാരം അന്വേഷിച്ചെത്തുന്നയാളെ ദൈവമയച്ചവനെ കരുതുക. അതിഥിയജ്ഞം. ഇതിനർത്ഥം ഭക്ഷണവും അഭയവും തേടി നമ്മുടെ പടിവാതിൽക്കൽ എത്തുന്ന അപരിചിതന് നാം നൽകുന്ന സുഖവും സാന്ത്വനവും എന്നതാണ്. ആരാധന കർമ്മമായി അത് ചെയ്യണം. ഈശ്വരൻ അയച്ചവനെന്നോ ഈശ്വരൻ തന്നെയെന്നോ നാം അയാളെ കരുതണം. വേദങ്ങൾ ഓതുന്നു. പാവന കർമ്മമാണിത്. നിങ്ങളുടെ ആഹാരം ആവശ്യപ്പെടുന്നവനുമായി പങ്കിടണം. നിങ്ങളുടെ വിശപ്പടക്കുന്നതിന് മുമ്പ് അവന്റെ ഇതിന് ആശ്വാസം നൽകുക. അവസാനത്തേത് ഭൂതയജ്ഞമാണ്. നമുക്ക് ചുറ്റിനും സഹകാരികളായി വർത്തിക്കുന്ന മൃഗങ്ങളെ പ്രീണിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. പശു, കാള, ആട്, കുതിര നിങ്ങളുടെ പ്രയത്നത്തിലെ സഹകാരികൾ. നായ്ക്കൾ, പൂച്ചകൾ, മറ്റു വളർത്തു മൃഗങ്ങൾ എല്ലാം നിങ്ങളുടെ കുടുംബത്തിന് സന്തുഷ്ടി തരുന്നവർ, ഉല്ലാസം പകരുന്നവർ. അവയ്ക്ക് വിശക്കാൻ ഇടവരുത്തരുത്, അധിക ജോലി ചെയ്യിക്കാൻ ഇടയാക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും മൃഗത്തിന്റെ ഒരു തുള്ളി കണ്ണുനീർ നിങ്ങളുടെ വീട്ടിലോ പാടത്തോ പതിച്ചാൽ നിങ്ങൾ അതിന് കണക്ക് തീർക്കേണ്ടി വരുമെന്ന് ഓർക്കുക. പ്രേമവും ഭക്തിയും ഇവയാണ് ത്യാഗത്തിന്റെ സ്രോതസ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും ചിന്തകളും പ്രേമവും ഭക്തിയും നിറവുള്ളതാകട്ടെ. അപ്പോൾ സ്ഥായിയായ ശാന്തിയും ആനന്ദവും നിങ്ങൾക്ക് ലഭിക്കും. 1969 ഫെബ്രുവരി 15 ഭഗവാൻ പ്രശാന്ത് നീലത്ത് നടത്തിയ മധുരവാണികളാണിത്. സൈറാം. സൈറാം. ഇനി അനുഭവം പറഞ്ഞോളൂ. ഫോട്ടോ കാണുന്നില്ല കേട്ടോ, വീഡിയോ ഓണല്ല. എന്താന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഓണാക്കിയ വെച്ചേക്കുന്നത്. ഞാനിതിൽ കാണുന്നുണ്ട് മാം. എന്താന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾക്ക് കാണുന്നില്ല. സോറി. എന്താ ചെയ്യാന്ന് പറഞ്ഞാ ചെയ്യാനൊക്കെ അറിയില്ല. ഞാൻ എന്നെ കാണുന്നുണ്ട് ഇതില്. ഓക്കെ. കേറിയപ്പോ ഓണായിരുന്നല്ലോ. ആദ്യം അതെയോ? തുറന്നിരുന്നു. ഒന്നും കൂടി ഓഫാക്കി ആ താഴെ ഒരു ചെറിയ വട്ടത്തിലെ ഒരു ഗ്യാസ് കുറ്റി കമത്തിയിട്ട പോലെ ഒരു അല്ല, സാധനം അത് തന്നെ ഓണാക്കിയേക്കുന്നത്. എന്തുകൊണ്ടാ കാണാത്തെന്ന് എനിക്ക് വരുന്നില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. സാറിന്റെ അനുഭവം പറഞ്ഞോളൂ. സായിരാം. എല്ലാം പോയി. ഒന്നും കൂടി ഓണാക്കിക്കോട്ടെ. സായിരാം. എന്റെ എല്ലാമായ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അതേപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ലോക വനിതാ ദിനമായി ഇന്ന് ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും വനിതാ ദിന ആശംസകളും നേരുന്നു. എൻ്റെ പേര് കോമള. സ്വദേശം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണ്. പക്ഷെ ഞാൻ കണ്ണൂർ സെറ്റിൽഡാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ജോലി കിട്ടി കണ്ണൂർ വന്നതാണ്. അങ്ങനെ ഇപ്പോഴും ഞാൻ കണ്ണൂർ താമസിക്കുന്ന. കണ്ണൂർ ആർല ഫാമിലായിരുന്നു എനിക്ക് ജോലി. എൻ്റെ ഭർത്താവ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. 2 പെൺകുട്ടികളാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഒരാൾ കണ്ണൂർ സെറ്റിൽഡ്, ഒരാൾ എറണാകുളത്ത്. അവർ രണ്ടുപേരും ഡോക്ടറാണ്. അവർ എറണാകുളം സെറ്റിൽഡാണ്. ഇതാണ് എന്നെക്കുറിച്ചുള്ള ഇത്. പിന്നെ ഞാൻ ഭഗവാനിൽ വന്നതിന് ഒരു മെയിൻ കാരണം ഞാൻ ആർല ഫാമിൽ ജോലി കിട്ടി വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ജോലിയേക്കാൾ കൂടുതൽ എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നത് ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാനിലെത്താനും സാധിച്ചു. അതിന് കാരണം വഴിയൊരുക്കിയത് എൻ്റെ ഒരു സഹപ്രവർത്തകയായി. ഞാൻ ജോലിയിൽ പ്രവേശിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഒരു സഹോദരി തുല്യമായ ഒരു കുട്ടി അവിടെ ജോയിൻ ചെയ്ത് എൻ്റെ ഓഫീസിൽ. സായിഗീതയാണ് എന്നാണ് അവളുടെ പേര്. അവർ അച്ഛൻ മുത്തച്ഛനായിട്ട് അവരെല്ലാവരും സായി ഡിവോട്ടീസ് ആയിരുന്നു. അതുകൊണ്ടാണ് പേര് തന്നെ സായിഗീത എന്ന്. അപ്പോൾ ആ കുട്ടി എപ്പോഴും എൻ്റെ സീറ്റിൽ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ സ്വാമിയെക്കുറിച്ച് പറയും. ഞാനൊരു വളരെ ചെറിയൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. നമ്മുടെ വീട്ടിലെ ഇങ്ങനെ ദൈവാരാധന എന്ന് പറഞ്ഞാലുള്ളത് സന്ധ്യയാകുമ്പോൾ എല്ലാവരും കൂടി നാമം ജപിക്കണമെന്ന് അച്ഛൻ നിർബന്ധമുണ്ട്. അങ്ങനെ നാമം ജപിക്കും. പിന്നെ പിറന്നാൾ വരും, ഓരോ ഉത്സവങ്ങൾ വരും അടുത്തുള്ള അമ്പലങ്ങളിൽ. അപ്പോഴും നമ്മളൊന്ന് അമ്പലത്തിൽ പോകും. അത്രയൊക്കെ മാത്രമേ അന്നത്തെ നമ്മുടെ ഒരു ദൈവവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ലായിരുന്നു. അപ്പം വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് ഒന്നിച്ച് കൂടുതൽ അമ്പലങ്ങളിൽ പോകും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ സായിഗീത എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സ്വാമിയെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ ആദ്യമൊക്കെ വെറുതെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കേട്ടിരിക്കും. പിന്നെയും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കുട്ടിയെ വഴക്ക് കൊണ്ടിട്ടുണ്ട്. നിനക്ക് വേറൊരു പണിയില്ല, എനിക്ക് ജോലിയുണ്ട്, ശല്യം ചെയ്യാണ്ട് പോകുന്നു. അപ്പോഴങ്ങ് മാറിപ്പോയി. വീണ്ടും ഈ കുട്ടി വന്ന് എന്നോട് ഇങ്ങനെ പറയും. അങ്ങനെ കുറേ കേട്ട് ഒരു ദിവസം ഇവിടെ എനിക്ക് ഭഗവാന്റെ ഒരു ഫോട്ടോ, ഒരു പോസ്റ്റ് കാർഡ് ചെയ്ത് ഫോട്ടോ തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ചേച്ചി വെച്ചോ എന്ന് പറഞ്ഞു. ഞാനപ്പോഴും എന്ത് ചെയ്തു, ഞാനത് മേശയുടെ ഏറ്റവും അടിയിലെ ഡ്രോയിലേക്ക് ഇട്ടു. അപ്പോഴപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, ചേച്ചി ഇത് എന്തെങ്കിലും മുകളിൽ വരുമെന്ന്. അപ്പോൾ വരുമ്പം വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വെച്ചു.
പിന്നെ നമ്മളിങ്ങനെ ഈ സംഭാഷണങ്ങൾ ഇവള് പറയും ഞാൻ കേട്ടു. അങ്ങനെ അങ്ങനെ പോയി 2003 ആയപ്പോഴേക്കും എൻ്റെ മനസ്സ് കുറേശ്ശെ മാറി. അപ്പോഴും ഞാൻ വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും സായി സ്വാമിയെ കുറിച്ച് പറയും. ഈ സ്വാമി ആരാന്ന് എന്താന്ന് എനിക്കറിയില്ല. സത്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഭർത്താവ് നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ, അവർക്കറിയായിരുന്നു. അതൊരു ഭക്തിയുടെ മാർഗത്തിലൂടെയല്ല. അപ്പോൾ പുള്ളിക്കാരന് പറഞ്ഞു നമുക്കൊന്ന് പോകാം, എന്താ സ്വാമി എന്താ എങ്ങനെയാന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2003 ഓണത്തിന് ഞങ്ങൾ ഫാമിലി മക്കളും കൂട്ടി പോയി. ഞങ്ങളുടെ അയൽവാസികൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയി. അവിടെ ദർശനത്തിരുന്നപ്പോൾ വളരെ ബാക്കിലൊരു സീറ്റാണ് കിട്ടി. അപ്പോൾ ഈ സ്വാമി വരിക എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ഒരു എന്താ പറയണ്ട ഒരു ആങ്സൈറ്റിയിൽ അങ്ങനെ കാത്തിരുന്നു. ഭഗവാൻ അങ്ങ് ദൂരേന്ന് വന്നു, വളരെ ദൂരേന്ന് കണ്ടു. ആ ഒരു കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉടുപ്പിന്റെ. അങ്ങനെയാണ്. പക്ഷെ ഭഗവാൻ ഞാൻ കണ്ട നിമിഷം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പിന്നെ എന്താ പറയണ്ടേ, ഏറ്റവും ഞാൻ ഭാഗ്യവതിയായ നിമിഷം അതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവാനെ കണ്ട നിമിഷം 2 കണ്ണുകളും നിറഞ്ഞൊഴുകി, തൊണ്ടയിലെന്തോ എന്താണെന്നത് പറയാൻ പറ്റാത്ത ഒരു വിഷമമുണ്ടായി. പക്ഷെ ശരീരവും മനസ്സും മൊത്തം ഒരു പരിവർത്തനം ചെയ്ത പോലെ തോന്നി. പക്ഷെ അതങ്ങനെ വ്യക്തമായിട്ട് ആരോടും പറഞ്ഞില്ല. സായി ഗീതയോട് മാത്രം ഇതേക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഫോട്ടോ വിഭൂതിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വിളക്ക് വെക്കുമ്പോൾ ഭഗവാന്റെ ഫോട്ടോയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു. ഞാൻ 2006 VRS എടുത്തു. അദ്ദേഹം 2010 റിട്ടയറായി. നമ്മൾ ഒരു സമാധാന ജീവിതം നയിച്ചു. മക്കളെ കല്യാണം ഒക്കെ കഴിഞ്ഞു. 2015 ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു അസുഖം പിടിപെട്ടു. 1-2 വർഷം ഞങ്ങൾ ചികിത്സയും കാര്യങ്ങളുമായി. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ടായി. പെട്ടെന്ന് 2017 ഒരു സ്ട്രോക്ക് വന്നു. ഒരാഴ്ചയെ കിടന്നിട്ടുള്ള. ആ സ്ട്രോക്കോട് കൂടി 8 ദിവസം കിടന്നു. പുള്ളിക്കാരൻ ഭഗവാനിൽ ലയിച്ചു, ഭഗവത്പാദം ലയിച്ചു. അപ്പോഴും ഞാനെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു പറിച്ചു നട്ട പോലത്തെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. ഇത്രയും ദൂരെ നിന്നല്ലേ എന്നെ. ഞാൻ അവിടെ കണ്ണൂരാ പുള്ളിക്കാരൻ്റെ വീട്. അവിടെ എന്നെ കല്യാണം കഴിച്ചു. ജോലി കിട്ടി 6 മാസം കഴിയുമ്പോഴേക്കും കല്യാണം കഴിച്ചു. കാരണം ചെറിയ ഒരു പെണ്ണല്ലേ, അങ്ങനെ അധികം അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കല്യാണം ആലോചിച്ച് കഴിച്ചു. അപ്പൊ എവിടെ പോയാലും ഞാൻ പുള്ളിക്കാരൻ്റെ ആ ഒരു ചെറിയനടിയിലേ പോയിട്ടുള്ളൂ. രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിൽ കയറും, ബസ്സിൽ പോകും, തിരിച്ച് വൈകുന്നേരം അതേ ബസ്സിൽ ഒന്ന് പഠിക്കലിറങ്ങും. അതിലപ്പുറം എനിക്ക് ഒറ്റയ്ക്കൊരു യാത്രയില്ലായിരുന്നു. അപ്പൊ ഇവരുടെ ഈ മരണം, ഈ അസുഖമാകുമ്പോഴേ ഞാൻ ആകെ ഡൗണായി. മരണം എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അങ്ങനെ ദുഃഖിച്ച് കഴിയുമ്പോൾ മക്കള് കല്യാണം കഴിച്ച് അവരങ്ങനെ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ദുഃഖിച്ചിങ്ങനെ കഴിയുമ്പോഴും എല്ലാ സമയവും ഭഗവാനുള്ളിലിരുന്ന് ഇങ്ങനെ എന്നോട് പറയുന്നു, നീ എന്തിനാ വിഷമിക്കുന്നത്, നിനക്ക് ഞാനില്ലേ, നിനക്ക് ഞാനില്ലേ എന്ന്. അപ്പോഴും ഞാൻ അതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കുന്തിദേവി പറഞ്ഞ പോലെ ഭഗവാനെ കൂടുതൽ ഓർക്കും, കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കും. അപ്പോഴും ഞാനോ ഇങ്ങനെ ഓർത്തു, ഭഗവാൻ ഇങ്ങനെ പറയുന്നത് വരുന്നതെല്ലാം നല്ലതിനാണ്. നല്ല ഒരു മരണമാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ ഒരു പിന്നെ എണീക്കാനോ ഒന്നും പറ്റാതെ സ്റ്റോക്കിൽ കിടന്നു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചെണീപ്പിക്കാൻ പോലും എനിക്കാവില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ഭഗവാൻ ഇഷ്ടമുള്ള ആളെ നേരത്തെ കൊണ്ടുപോയെന്നൊക്കെ സമാധാനിച്ച് പിന്നെ മനസ്സിന് അങ്ങനെ അങ്ങനെ സമാധാനം കിട്ടി. ഭഗവാനാണ് എന്നെ കൈപിടിച്ച് അവിടെ ഈ നിമിഷം വരെ ഇപ്പോൾ 8 വർഷമായി എന്നെ കൊണ്ട് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം ഭഗവാൻ സ്വപ്നത്തിൽ വരുവും. വിഭൂതി ഒരിക്കൽ എനിക്ക് വിഭൂതി തീർന്നു പോയി, അവളുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ സമയം കോവിഡായി. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. ആ 1 മാസത്തേക്ക് പോകാൻ ഞാൻ 2 വർഷം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴും വിഭൂതി തീർന്നെങ്കിലും ഞാൻ പാത്രം വിഭൂതി ചെപ്പിനകത്തുനിന്ന് വിഭൂതി ഉള്ളതുപോലെ എടുത്ത് തൊടുകയും നാവിൽ വെക്കുകയും ചെയ്തു. അപ്പോഴും ഒരു ദിവസം സ്വാമി രാത്രി എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ട് നമ്മൾ പുട്ടവർത്തി വിഭൂതി സൃഷ്ടിച്ചു കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ കാണുന്നില്ലേ, അതേ രൂപത്തിൽ എനിക്ക് വിഭൂതി ഇങ്ങനെ കയ്യിലിട്ട് തന്ന സ്വപ്നം കണ്ടു. അതാണ് പിന്നൊരു അനുഭവം. പിന്നെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ജൂലൈയിൽ ഡ്യൂട്ടിക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് വെളുപ്പിനൊരു സ്വപ്നം കണ്ടു. ഞാൻ പുട്ടവർത്തിയിലാണ്. ഒരു ലിംഗോദ്ഭവമാണ് സ്വപ്നം കണ്ടു. ഭഗവാന്റെ വദനത്തിൽ നിന്ന് ഒരു സ്ഫടികം പോലത്തെ ഒരു ലിംഗം പുറത്തേക്ക് വന്നു. അത് താഴെ വീണപ്പം ഭഗവാൻ എന്നോട് പറഞ്ഞു അത് തുടച്ചു തരുമെന്ന് പറഞ്ഞു. അത് അന്ന് രാവിലെ കണ്ട ഭയങ്കര ഒരു എന്താ പറയണ്ടേ, അങ്ങനത്തെ ഒരു സ്വപ്നം അന്ന് തന്നു. പിന്നെയുള്ളതൊന്നും ഭഗവാൻ ശിവദി സായി രൂപത്തിൽ എൻ്റെ വീട്ടിൽ വന്നു 2 വർഷം മുമ്പ്. ഞാനും അവിടെ സഹായത്തിന് വരുന്ന സ്ത്രീയും കൂടി ഇങ്ങനെ മുമ്പിൽ വർത്താനം പറഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് 1:30 മണിക്ക് അപ്പോൾ ഒരാളങ്ങ് ഗേറ്റ് കടന്ന് വരുന്നുണ്ട് ദൂരെ നിന്ന്. കാണുമ്പോൾ വേഷം കാണുമ്പോൾ ഒരു ശുദ്ധിഭാവം പോലെ മുട്ടിൻ്റെ താഴെ വെച്ചിറക്കത്തിൽ മുണ്ടെടുത്ത വെള്ള ഷർട്ടും തലയിൽ തുണിയൊക്കെ കിട്ടി. അവിടുന്ന് പറയുന്നുണ്ട്, കാല് വയ്യാത്ത ആളാണ്, സഹായം തരണേ സഹായം തരണേ എന്ന് പറഞ്ഞു അവിടെ മുറ്റത്തെത്തിയപ്പോൾ ഞാനും ചോദിച്ചു, ഉച്ചയല്ലേ വിശക്കുന്ന, ഊണ് തരട്ടെ എന്ന് ചോദിച്ചു. തന്നോന്ന് പറഞ്ഞു. എടുക്കാൻ അങ്ങോട്ട് പോകുമ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഊണ് വേണ്ട, സഹായം എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ നമ്മുടെ ചോറിനൂലെന്ന്. കാരണം ഒരു മുസ്ലിം ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ പറഞ്ഞു അതുകൊണ്ടല്ല, എനിക്ക് സഹായം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അകത്ത് പോയി ഒരു 50 രൂപയെ കണ്ടത്, അത് എടുത്തുകൊണ്ട് കൊടുത്തു. ആ പൈസ മുറ്റത്താണ് നിൽക്കുന്നത്, ഞാൻ വരാന്തയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് തുറന്നു നോക്കിയിട്ട് എൻ്റെ നേരെയൊക്കെ എൻ്റെ 2 കണ്ണിലേക്ക് വന്നു. അപ്പൊ ആ കണ്ണുകളും ആ കണ്ണിന്റെ ഭാഗം എല്ലാം ശുദ്ധിഭാവം തന്നെ. ഒരു ചെറുപുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, മോളെ
മോൾക്ക് എന്നും നല്ലതേ വരും. ഒരു അഭയഹസ്തവും കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്നോടം എപ്പോഴും ഐശ്വര്യമുള്ളതായിരിക്കും, ഒന്നിനും ഒരു മുട്ടും വരില്ല എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞ് അതേ ഇറങ്ങി അങ്ങ് പോയി. ഈ സ്ത്രീ നേരത്തെ പോയി. ഞാൻ ഗേറ്റ് കിടക്കുന്നവരെ ഞാൻ കണ്ടു, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ. പിന്നെ ഞാൻ സ്വാമിയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഓഫീസ് കാര്യങ്ങളിലെന്ന് വെച്ചാൽ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദേഷ്യം വരും. ഇപ്പോഴത്തെ പോലത്തെ ആ ഒരു കരുണയും പ്രേമമുള്ള അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ സ്വാമിയിൽ വന്നതിന് ശേഷം സ്വാമിയുടെ ബുക്സ് ഒക്കെ വായിച്ചും എപ്പോഴും ഞാൻ വിചാരിക്കും സ്വാമി പറയും പോലെ ജീവിക്കണം. അങ്ങനെയൊക്കെ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് അതിനുശേഷം ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ 2021 നമ്മൾ ഒരു സാധന ഗ്രൂപ്പ് തുടങ്ങിയ സത്യസായി സ്നേഹാമൃതധാര എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ എങ്ങനെയോ ഞാൻ എത്തിപ്പെട്ടു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും രാവിലെ 5 മണി മുതൽ 7 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ ഒരു 7 മണി വരെ ഒരു 4 മണിക്കൂർ സാധനമുണ്ട്. ഓങ്കാര, സുപ്രഭാതം, ഭജന, സത്സംഗം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പം എനിക്ക് സമയമില്ല. എൻ്റെ സമയം മുഴുവൻ ഇങ്ങനെ ഭഗവത് കാര്യങ്ങൾക്കും പാരായണത്തിനും വേണ്ടി എല്ലാ ദിവസവും തപോവൻ ഒരു ചാപ്റ്റർ വായിക്കും, ശുദ്ധി സച്ചരിതം വായിക്കും. അങ്ങനെ ഒരു സമാധാനമായ ജീവിതം നയിച്ചു പോയി. ഇതിനെല്ലാം കാരണം ഞാൻ ഭഗവാനിലെത്തി ആലഫാമി ജോലി കിട്ടിയതും ഭഗവാനിലെത്തിയതും ഭഗവാനിൽ എത്തിക്കാൻ എൻ്റെ സഹോദരി സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ അനുജത്തി സായി ഗീതയാണ്. അതൊക്കെയാണ് എനിക്ക് ഭഗവാനിൽ വന്നിട്ടുണ്ടായ മാറ്റങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പൂച്ചയൊക്കെ അറിയാണ്ട് അകത്ത് കയറിയാൽ ഒരു ഏറ് കൊടുക്കുകയോ ഒരു അടി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യാനാവില്ല. ശുദ്ധി സച്ചരിതത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, അതും ഭഗവാനായിരിക്കും, ആ വരുന്നതും ഭഗവാനാ. അതുകൊണ്ട് ഇപ്പം ഒന്നിനെയും ഉപദ്രവിക്കില്ല. ഞാനൊരു നോൺ വെജ് ആയിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് വേദം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ടീച്ചർ വേദം പഠിപ്പിക്കുന്നു, അതൊക്കെ തുടങ്ങി. ഇപ്പം ഞാൻ പ്യുവർ വെജിറ്റേറിയനായി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സമാധാനമായ ജീവിതം നയിക്കാൻ ഞാൻ ഈ ഒറ്റപ്പെട്ട സമയത്ത് എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ എല്ലാം എൻ്റെ ഭഗവാനാണ്. എല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ച് അങ്ങനെ ഒരു ജീവിതമാണ്. മക്കൾ 2 സുഖമായി ജീവിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരുടെയും പാദത്തിൽ സമർപ്പിക്കുന്നു. സായിറാം മാഡം, സായിറാം. ഇനി സ്വാമിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഭജന ചൊല്ലണം കേട്ടോ. സായിറാം. మనలో ఉండినటువంటి ఒక పశుత్వాన్ని చంపకుండా ఈ దివ్యత్వం అనేటువంటి దాన్ని పొందడానికి వీలే కాదు. Without killing the animality or bestial temperament, you can attain. కనుక మన పశుత్వాన్ని మొట్టమొదట మన అదుపులో పెట్టుకోవాలి. So we have to control, put under check the animality. ఈ పశుత్వాన్ని అదుపులో పెట్టుకున్నప్పుడే then once it is subdued, దివ్యత్వం పవిత్రమైపోతుంది. then the divinity will be experienced. అందరినీ ప్రేమించాలి, love all. కానీ ఈ ప్రేమ విశాలమైనది లేదు. But that love don't have. సంకుచితమైన ప్రేమగా ఉంటుండాలి. It is quite narrow. అందువల్లే మానవుడు పశువుగా మారిపోతున్నాడు. So man has become animal today. ఇది సరైనది కాదు. It's not proper. ఇలాంటి మానవుడు ఏనాటికి కూడా సరైనటువంటి మార్గాన్ని పొందలేడు. Such a man will never proceed along the right path. వానికి ఆనందమే లభ్యం కాదు. He can never be blissful. ఎప్పుడు విచారమే పడిపోతుంటాడు. He will be drowned in misery. ఆనందం అనేటువంటిది ఎప్పుడు విశాలమైన భావం పెట్టుకుంటామో అప్పుడే మనకు ఆనందం. The more and more you are broad-minded, you can experience ప్రేమను bliss. అభివృద్ధి పరిచే కొలది ఆనందం కూడా మనకు పెరిగిపోతుంది. As you increase the love, you can have increased ద్వేషం bliss. పెంచుకోకది మనకు అనిత్యమే, అశాస్త్రమే కలుగుతుంది. When the hatred is rampant, you will be in misery. ప్రేమ స్వరూపులారా, Embodiments of love. ముఖ్యంగా మీరు గుర్తించవలసినటువంటిది దైవం ప్రేమ స్వరూపుడు. You have to know full well that God మానవుడు is ప్రేమ love. స్వరూపుడే. Man is the embodiment of కనుకనే divine. దైవం మానుష రూపేణ అన్నారు. God comes in human form. కనుకనే మానవ స్వరూపమైనటువంటి దైవం నీవే. So you are the embodiment of God. ఎక్కడ చూసినా కానీ మానవాకారంలో ధరిస్తుంది, కానీ ఇంకొక ఆకారం పెట్టరు. And God appears in human form everywhere. సాయిరాం. కమలా మేడం, భజన చల్లి. സായിരാം. ദശരഥ നന്ദന രാമ ദയാസാഗര രാമ, ദശരഥ നന്ദന രാമ ദയാസാഗര രാമ, രഘുകുല തിലക രാമ സത്യസായി ശ്രീ പരന്ധാമ, രഘുകുല തിലക രാമ സത്യസായി ശ്രീ പരന്ധാമ, ദശരഥ നന്ദന രാമ
ദയാസാഗര രാമ. അഹല്യോദ്ധാരക രാമ. ശാപവിമോചന രാമ. അഹല്യോദ്ധാരക രാമ. ശാപവിമോചന രാമ. ഷിരടിപുരീശ രാമ. പുട്ടപർത്തിപുരി പരം ധാമ. ഷിരടിപുരീശ രാമ. പുട്ടപർത്തിപുരി പരം ധാമ. ദശരഥ നന്ദന രാമ. ദയാസാഗര രാമ. രഘുകുല തിലക രാമ. സത്യസായി ശ്രീ പരന്ധാമ. ദശരഥ നന്ദന രാമ. ദയാസാഗര രാമ. അഹല്യോദ്ധാരക രാമ. ശാപവിമോചന രാമ. ഷിരടിപുരീശ രാമ. പുട്ടപർത്തിപുരി പരം ധാമ. ഷിരടിപുരീശ രാമ. പുട്ടപർത്തിപുരി പരം ധാമ. ദശരഥ നന്ദന രാമ. ദയാസാഗര രാമ. സായിരാം. സായിരാം. സായി ഉപമ ആത്മീയ ജീവിതത്തിന്റെ പ്രധാന ലക്ഷണം വൈരാഗ്യമാണ്, നിർമ്മമത്വമാണ്. നിങ്ങൾക്ക് വൈരാഗ്യമില്ലെങ്കിൽ ആത്മീയ വിദ്യയിൽ നിങ്ങൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാണ് എന്ന് പറയേണ്ടി വരും. സാധനയുടെ ABC, അതായത് ആദ്യാക്ഷരങ്ങൾ വൈരാഗ്യമാണ്. ഇന്ദ്രിയങ്ങളുടെ ബന്ധനത്തെ ഉപേക്ഷിക്കുവാനുള്ള ശക്തി വൈരാഗ്യത്തിന് ഉണ്ടായിരിക്കണം. അല്പനേരത്തെ മനനം കൊണ്ട് ലൗകികമായ സാധനത്തും സമ്പത്തും കീർത്തിയും സന്തോഷവും എല്ലാം പൊള്ളയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു കുളത്തിൽ നിറച്ചു വെള്ളമുള്ളപ്പോൾ ധാരാളം തവളകൾ അതിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. കുളത്തിലെ വെള്ളം വറ്റുമ്പോൾ ഒരു തവള പോലും അവിടെ കാണുകയില്ല. അതുപോലെയാണ് നിങ്ങൾ സമ്പന്നരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ധാരാളം ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് സമ്പന്നത നഷ്ടപ്പെട്ട് നിങ്ങൾ ദരിദ്രരാകുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ ആരും ഉണ്ടാകില്ല. അതിനാൽ ഈ ലൗകിക ജീവിതത്തിന്റെ നിരർത്ഥത മനസ്സിലാക്കിക്കൊണ്ട് സാധനയിൽ മുഴുകുക. സായിരാം. 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 ശാന്തി മന്ത്രം പറഞ്ഞോളൂ. പ്രസന്ന. മാഷ് പറയൂ. ഞാനിപ്പോ സോമേശ്വര ക്ഷേത്രത്തിന്റെ അടുത്താണുള്ളത്. പറയാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.